പഴയ പുരാണത്തിലെ യുദ്ധത്തിലൊക്കെ മഹാവിഷ്ണുവിൻ്റെ വജ്രായുധം എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ പമ്പയും ഒരു യുദ്ധവിമാനമൊക്കെ ആകുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ വല്ലാതെ അത്ഭുതം തോന്നുന്നു. നമ്മുടെ ഈ കൊച്ചു പമ്പയും ഇതൊക്കെ ലോകപ്രശസ്തി നേടുകയാണല്ലോ. പമ്പയെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം കരുതുന്നത് ശബരിമലയും പമ്പാ നദിയും പാപം മറിച്ചിട്ടാൽ പമ്പ. പമ്പകളൊക്കെ. അതെ. നമ്മുടെ രാജീവ് ആലിങ്കൽ ഒരു പാട്ട് എഴുതിയുണ്ട്, പാലാഴിച്ചേരോടെ പായും പമ്പേ നിന്നെ പൂണൂലായി പൊന്നെയ്യൻ ചാർത്തുന്നുണ്ട്. അങ്ങനെ അയ്യപ്പന്റെ പൂണൂലൊക്കെ ആയിട്ടാണ് നമ്മളതിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. പാപം മറിച്ചിട്ടാൽ പമ്പ. അതെ അതെ ആ പാട്ടൊക്കെ പമ്പ. പക്ഷെ ഇവിടെ കഥ വേറെയാണ്. ഇത് അർജന്റീനയിൽ ഒരു യുദ്ധവിമാനം, അതിന് അവർ കൊടുത്തിരിക്കുന്ന പേര് പമ്പ എന്നാണ്. ആ പമ്പയും ഈ പമ്പയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ പേരിൽ സാദൃശ്യം മാത്രമേ ഉള്ളൂ, പക്ഷേ രണ്ടും രണ്ടാണ്. നമ്മുടെ ഇവിടുത്തെ പമ്പയല്ല അവിടുത്തെ പമ്പ. അവിടെ പാമ്പാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ അതിൽ നിന്ന് ലോപിച്ചുണ്ടായ പേരാണ് ഈ യുദ്ധവിമാനത്തിലിട്ടിരിക്കുന്ന പമ്പ. ഈ പാമ്പാസ് എന്ന് പറയുന്നത് തെക്കേ അമേരിക്കയിൽ അർജന്റീന, ബ്രസീൽ, ഉറുഗ്വൈ ഈ 3 രാജ്യങ്ങളിലായിട്ട് പരന്ന് കിടക്കുന്ന ഏതാണ്ട് 7.5 ലക്ഷം വിസ്തീർണമുള്ള 7.5 സ്ക്വയർ ഫീറ്റ് 7.5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വളരെ വളരെ ഫലഭൂഷ്ടമായ ഒരു പ്രദേശമാണ്. അവിടെ കൃഷിയുണ്ട്, പുൽമേടുകളുണ്ട്, അങ്ങനെയുള്ള വളരെ സമൃദ്ധമായൊരു സ്ഥലം. അതിനെ സൂചിപ്പിക്കാനായിട്ട് ഒരു വിമാനത്തിനിട്ട പേരാണ് പമ്പാസ് ലോചിച്ച് പമ്പ ആക്കിയത്. ഇപ്പോൾ അർജന്റീനയിൽ ഉള്ള ഒരു ചെറിയ ഒരു ടൈപ്പ് യുദ്ധവിമാനമാണ് ഈ പമ്പ. യുദ്ധവിമാനമാണെങ്കിൽ അവരത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പരിശീലന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ചെറിയ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ആക്രമണം നടത്താം. ഇപ്പോൾ ഈ ഷാജി കൈലാസിൻ്റെ സുരേഷ് ഗോപി സിനിമയിൽ വിജയരാഘവനും ഗണേഷ് കുമാറൊക്കെ ഉണ്ടെങ്കിൽ മെയിൻ വില്ലനെ സുരേഷ് ഗോപി ഇടിക്കും, ചെറിയ വില്ലന്മാരെ വിജയരാഘവനൊക്കെ ഇടിക്കുമല്ലോ. അതുപോലെ ചെറിയ രീതിയിലുള്ള ആക്രമണമൊക്കെ നടത്താൻ ഈ പമ്പ വിമാനത്തിനും സാധിക്കും. അപ്പോൾ ഇത് ചർച്ചയിൽ വരാൻ കാരണം ഇത് അർജന്റീനയിൽ അവർ കുറേ നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുകയായിരുന്നു ഈ വിമാനം. അപ്പോൾ 2021 ഒരു കരാറുണ്ടായി. ആ കരാർ ഏറ്റെടുത്തത് ഫാബ്രിക്ക അർജന്റീന ഡി ആവിയോസ് സാൻ മാർട്ടിൻ എന്ന് പറയുന്ന, അതായത് നമ്മുടെ ഇന്ത്യയിൽ HAL എന്ന് പറയുമല്ലോ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അതേപോലെ അർജന്റീനയിലുള്ളൊരു വിമാന നിർമ്മാണ കമ്പനിയാണ് ഈ പറഞ്ഞ കമ്പനി. ആ കമ്പനി ഡോണിയർ വിമാനം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമുക്കുണ്ട്, ഇന്ത്യക്കുണ്ട് ആ ഡോണിയർ വിമാനം. അപ്പോൾ ഇവരുമായി സഹകരിച്ച് ഈ പമ്പ എന്ന് പറയുന്ന ഈ ചെറു വിമാനത്തെ അവർ പരിഷ്കരിച്ചു. പമ്പ 2 എന്ന് പറയുന്നതായിരുന്നു നേരത്തെ അർജന്റീനയിൽ ഉണ്ടായിരുന്ന വിമാനം. ഇപ്പം അതിന് പമ്പ 3 എന്ന പേരിൽ പുതുക്കി ഇറക്കി. കരാറ് കൊടുത്ത പ്രകാരം 3 പുതിയ വിമാനവും പഴയ 3 വിമാനം പരിഷ്കരിക്കാനുമാണ് ഇവർ കരാറ് കൊടുത്തിരുന്നത്. അങ്ങനെ ആദ്യ ബാച്ച് ഇപ്പോൾ അർജന്റീനിയൻ എയർഫോഴ്സിൻ്റെ കയ്യിൽ കിട്ടിക്കഴിയും. അതിപ്പോൾ ഉള്ളത് സാന്റാ ഡിക്രൂസിലെ എയർ ബ്രിഗേഡ്, സാന്റാ ഡിക്രൂസിലുള്ള അവരുടെ എയർ ബ്രിഗേഡ്, നമ്മുടെ ഇവിടെ ഈ വ്യോമതാവളം എന്ന് പറയുന്നതിന് അവർ എയർ ബ്രിഗേഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ സാന്റാ ക്രൂസിലുള്ള എയർ ബ്രിഗേഡിലാണിപ്പോൾ ഈ പറയുന്ന പമ്പ വിമാനങ്ങളുള്ളത്. ഈ F-16 എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും മികച്ച് നിൽക്കുന്ന ഒരു വിമാനമുണ്ട്, നമ്മുടെ റഫേൽ എന്നൊക്കെ പറയുന്ന. അപ്പോൾ ഈ വിമാനം പറത്താനായിട്ടുള്ള പരിശീലനം നേടാനായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ പമ്പ ഈ പറയുന്ന വിമാനത്തിലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ഈ വിമാനത്തിലും ഉണ്ട്. അപ്പോൾ ഈ പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 1200 മണിക്കൂറോളം നിരീക്ഷണങ്ങൾക്കൊക്കെ ശേഷമാണ് ഈ പഴയ വിമാനം ഇവർ പൊടിതട്ടിയെടുത്തത്. എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകളെന്നൊക്കെ നോക്കി എല്ലാം പരിഹരിച്ചതിന് ശേഷം അതിൻ്റെ എൻജിൻ തന്നെ അവർ പരിഷ്കരിച്ചു. പഴയ എൻജിൻ മാറ്റി പുതിയ അതിൻ്റെ മോഡേണൈസേഷനൊക്കെ നടത്തി. അതുകൂടാതെ അതിൻ്റെ കോക്പിറ്റ് പരിഷ്കരിച്ചു, മിഷൻ കമ്പ്യൂട്ടർ അതിൻ്റെ സിസ്റ്റവും പരിഹരിച്ചു, നാവിഗേഷൻ സിസ്റ്റം പരിഷ്കരിച്ചു, അതിൻ്റെ ഫയറിംഗ് സിസ്റ്റം, ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത്ര വേണമെങ്കിൽ അത്യാവശ്യം ആക്രമണത്തിന് ഉപയോഗിക്കാം, ആ രീതിയിൽ ഇത് പരിഷ്കരിച്ചു എടുത്തിട്ടുണ്ട്. അതായത് ഇത് ഈ പമ്പ വിമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അർജന്റീന സ്വന്തമായി അവരുടെ യാർഡിൽ സ്വന്തമായി പരിഷ്കരിച്ചെടുത്ത ഒരു വിമാനം എന്ന രീതിയിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ ഇന്ത്യ തദ്ദേശമായി ഇന്ത്യക്ക് ഇതേ പമ്പ എന്ന പേരിലൊരു പരിശീലന വിമാനം ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ സ്വന്തമായി ഒരു വിമാനം രൂപകൽപ്പന ചെയ്ത് ഇറക്കിയിട്ടുണ്ട്, തേജസ് എന്ന പേരിൽ.
പക്ഷെ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. തേജസ് ഇപ്പോൾ പൂർണ്ണമായും GE എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ എഞ്ചിൻ ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഫംഗ്ഷനൊക്കെ നടക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെയല്ല അതിനെ വിഭാവനം ചെയ്തത്. നമ്മൾ സ്വന്തമായി കാവേരി എന്ന് പറയുന്ന ഒരു എഞ്ചിനായിരുന്നു ആദ്യം തേജസ്സിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ടർബോ ഫാൻ ബേസ്ഡ് ഒരു എഞ്ചിനായിരുന്നു. പക്ഷേ അത് നമ്മൾ തേജസ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒരു അഭിമാന പ്രശ്നമായിട്ട് കാണുന്ന ഒരു വിമാനം. പക്ഷേ ഈ എഞ്ചിൻ കൊണ്ട് കാര്യമായ പുരോഗതി അതിനുണ്ടായില്ല, ചില പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെയാണ് കാവേരി എഞ്ചിൻ ഉപേക്ഷിച്ചിട്ട് നമ്മൾ GE എഞ്ചിനിലേക്ക് തിരിഞ്ഞത്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ളൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഈ നമ്മുടെ തേജസ് വിമാനത്തിന് കാവേരി എഞ്ചിൻ കൊണ്ടുവരണം. അതുകൊണ്ട് 2 ഗുണങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമുക്ക് ഈ വിദേശ കമ്പനികളെ അവരുടെ ഒരു സൗകര്യം നോക്കി കാത്തിരിക്കേണ്ടി വരും. നമ്മുടെ ആവശ്യപ്പെടുന്നത്ര നമുക്ക് കിട്ടിയെന്നും വരില്ല. ഇപ്പോൾ കാവേരി എഞ്ചിൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചാൽ ചിലവ് എന്ന് പറയുന്നത് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. കാര്യം അതിൻ്റെ ടെക്നോളജി നമുക്കൊരു മെഷീൻ കിട്ടുന്നതിനേക്കാൾ പ്രയാസമാണ് അതിൻ്റെ ടെക്നോളജി കിട്ടുക എന്നുള്ളത്. അതിൻ്റെ മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങൾ, ആ ടെക്നിക്കൽ ഒരു സാങ്കേതിക വിദ്യ നമുക്ക് പറഞ്ഞു തരുന്നതിനാണ് ഏറ്റവും കൂടുതൽ ചിലവുള്ളത്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും തദ്ദേശീയമായി നമുക്ക് തന്നെ. അതായത് ഏതൊരു യന്ത്രവും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഡിസൈൻ ചെയ്യുമ്പോഴേ നമുക്കത് ഉപകരിക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ ഈ വിദേശ വിമാനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചില പരിമിതികളൊക്കെ അതിന് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഈ റാഫേലിനെ കുറിച്ചും അങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ അതിൽ ഘടിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന തരത്തിലൊക്കെ പരാതി വരുന്നു. പക്ഷേ ഇത് ഔദ്യോഗികമായിട്ട് ആരും ഇങ്ങനെ സമ്മതിച്ച് തന്നിട്ടില്ല. എന്നാലും അങ്ങനെ ഉണ്ടെന്നാണ് പ്രചാരണമുള്ളത്. എന്തുമായിക്കോട്ടെ, അപ്പോൾ ഈ തേജസ് വിമാനങ്ങൾ അതിൻ്റെ പുതിയ പരിഷ്കൃത രൂപവും ഉടനെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഏതാണ്ട് 83 എണ്ണത്തിനാണ് സൈന്യം ഓർഡർ കൊടുത്തിട്ടുള്ളത്. അത് കിട്ടാത്തതിലുള്ള പരിഭവം കഴിഞ്ഞ ദിവസം വ്യോമസേനാ മേധാവി പരസ്യമായി പ്രകടിപ്പിച്ചിരുന്ന സമയത്ത് കിട്ടുന്നില്ല എന്നുള്ളത്. എന്നാലും 83 എണ്ണം 83 തേജസ് വിമാനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാവും. അതോടൊപ്പം തന്നെ ഒരു 5ാം തലമുറ വിമാനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് സ്വന്തമായിട്ട് ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്നതാണല്ലോ. പക്ഷേ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് അതിൻ്റെ ചിന്തകൾ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. 10 വർഷം സമയമെടുക്കും. അതിനുള്ളിൽ നമുക്കത്. പക്ഷേ പാകിസ്ഥാനാകട്ടെ അത് പെട്ടെന്ന് റെഡിയാക്കാൻ. അതെ, പാകിസ്ഥാൻകാർ ആ കാര്യത്തിൽ ഇന്ത്യയെ കടത്തി വെട്ടി. അവർ ചൈനയുടെ സഹായം തേടി. കാര്യം നിലവിൽ ആ വിമാനം ഉള്ളത് ചൈനയുടെയും അമേരിക്കയുടെയും റഷ്യയുടെയും കയ്യിലാണ്. അപ്പോൾ അവർക്ക് ചൈനയുമായിട്ട് ഇപ്പോൾ അവർ ഭായി ആണല്ലോ. അതുകൊണ്ട് ചെന്ന് ചോദിച്ച ഉടനെ അവർ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. എന്തു ആയിക്കോട്ടെ, അവരേതായാലും അടുത്ത വർഷം അതിൻ്റെ ഒരു ആദ്യ ബാച്ച് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത്. ഇനി ചൈന പാകിസ്ഥാനെ വീണ്ടും തേക്കുമോ എന്നുള്ളത് കണ്ടറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.